രാജഗോപാൽ സർ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ PV അൻവറിനെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. അൻവർ എങ്ങോട്ട് പോവും, അൻവറിനെ ആര് കൂടെ കൂട്ടും എന്തൊക്കെയായിരുന്നു വിഷയം. കോൺഗ്രസിന്റെ തന്നെ സ്ഥാനാർത്ഥിയായി അൻവർ എത്തുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനാണ് രണ്ടാമതും കോൺഗ്രസ് ഒരു അവസരം നൽകിയത്. പക്ഷെ അവിടെയും ഒരു തീരുമാനത്തിലെത്താൻ അൻവറിനോ പാർട്ടിക്കോ സാധിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ PV അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കിയത്, PV അൻവർ നിലമ്പൂരിൽ വേണ്ട എന്ന തീരുമാനത്തിലെത്തിയത് VD സതീശൻ കാരണമാണ് എന്നുള്ള ഒരു അനുമാനത്തിലാണ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു വാർത്താ സമ്മേളനം രാവിലെ ഉണ്ടായിരുന്നത്. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, PV അൻവറിന്റെ രാവിലെ നടന്ന ആ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാകുന്നത് VD സതീശനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ഒരു പടപ്പുറപ്പാടാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ ഇന്ന് രാവിലത്തെ അൻവറിന്റെ പത്രസമ്മേളനത്തിൽ നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും കണ്ട അൻവറിനെ അല്ല നമ്മൾ ഇന്ന് രാവിലെ കണ്ടത്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാല് മുറിവേറ്റ ഒരു സിംഹം എന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറയുന്ന ഒരു അൻവറിന്റെ മുഖമാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇന്നലെ വരെ അൻവർ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന് നിലമ്പൂർ വനങ്ങളിലെ തേക്കിന്റെ കാഠിന്യവും അതിന്റെ ശക്തിയും ഷേമുഷിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലും അതൊക്കെ തന്നെ പ്രകടമായിരുന്നു. പക്ഷേ ഇന്ന് ദുർബലനായി പോയി. ഇന്ന് അദ്ദേഹം വളരെ ദുർബലനാണ്. അദ്ദേഹത്തിന്റെ നിരാശാബോധം അദ്ദേഹത്തിന്റെ വാക്കുകളിലും മുഖത്തും ഒക്കെ ശരിക്കും പ്രതിഫലിക്കുന്നുമുണ്ട്. പക്ഷെ അങ്ങനെ വീണ് കിടന്നിട്ടും അദ്ദേഹം ഒരു വടക്കൻ ആരോമൽച്ചേകവരെ പോലെ തന്നെയാണ് നിന്നത് കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞ വാചകങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. മുറിച്ചിരിക കൊണ്ടാണെങ്കിൽ പോലും UDF നേതാക്കന്മാരെന്ന് ഞാൻ പറയാൻ കാരണം UDF സംവിധാനത്തെ അല്ല അദ്ദേഹം ആക്രമിക്കുന്നത്. UDFന്റെ ഒരു നേതാവിനെ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ആക്രമണം മുഴുവൻ. അത് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. അൻവർ തീർത്തു പറയുന്നത്, എന്നെ ഈ UDF സംവിധാനത്തകത്തേക്ക് കടത്താതെ നിർത്തിയിരിക്കുന്നത് ശ്രീ സതീശന്റെ നിലപാടുകളാണെന്നാണ്. സതീശൻ ഒരാളാണ് എന്നെ UDFിലേക്ക് കടക്കാതെ അല്ലെങ്കിൽ UDFിലേക്കുള്ള എന്റെ പ്രവേശനം തടയുന്നത് എന്നുള്ള മട്ടിലാണ് അൻവർ സംസാരിച്ചു വന്നത്. അതിനൊരു പശ്ചാത്തലമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സതീശനോട് അവര് തമ്മിൽ പരസ്പരമായ ചില വൈരാഗ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കറിയാം സതീശനും അൻവറിനോട് അത്തരത്തിൽ ഒടുങ്ങാത്ത വൈരാഗ്യമുണ്ട്. ഓർക്കുന്നില്ലേ, കേരള നിയമസഭയിലെ സതീശനെതിരെ ഗുരുതരമായ സാമ്പത്തിക ആരോപണം ഉന്നയിച്ചത് സി അൻവറാണ്. അതിന് ഏതാണ്ട് അന്ന് ഭരണ മുന്നണിക്കൊപ്പം നിന്ന് അൻവറിനെ അവരെ ഭരണകക്ഷി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പക്ഷേ സഭയ്ക്കകത്ത് ഉന്നയിച്ച ആരോപണമാണ്, ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആരോപണമാണ് ഉന്നയിച്ചത്. പക്ഷെ അവസാനം രേഖ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അൻവറിന് അത് കൊടുക്കാൻ പറ്റിയില്ല. അത്രയൊക്കെ ഉള്ളായിരുന്നു അൻവർ ഉദ്ദേശം, അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തെങ്ങാണുമായിരുന്നെങ്കിൽ സതീശൻ മാനനഷ്ട കേസ് കൊടുത്തിരുന്നെങ്കിൽ അൻവർ കൊടുക്കുകയും ചെയ്തേനെ. അപ്പൊ നിയമസഭയുടെ പരിരക്ഷ ഉപയോഗിച്ചുകൊണ്ട് അൻവർ അന്ന് സതീശനെതിരെ നടത്തിയ ഒരു വ്യക്തിഹത്യ, അത് സതീശന്റെ മനസ്സിൽ ഒരു മുറിവായിട്ട് കിടക്കുന്നുണ്ടാകും. അതിൽ നിന്ന് തന്നെയായിരിക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മളെ രാഷ്ട്രീയത്തെ ഊഹിച്ചെടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇന്ന് അൻവർ കൃത്യമായിട്ട് പറയുന്നത് കേട്ടില്ലേ, ഞാൻ UDF സംവിധാനത്തിനല്ല എതിർക്കുന്നത്, അല്ലെങ്കിൽ VD സതീശന്റെ UDF സംവിധാനത്തിനകത്തേക്ക് ഞാൻ വരുന്നില്ല. അയാൾ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചവനാണ്. അങ്ങനെയൊക്കെയുള്ള വ്യക്തിപരമായ ചില പരാമർശങ്ങൾ അൻവർ ചെയ്തിട്ടുണ്ട്. അവിടെ അൻവർ ഉന്നുന്നത് മറ്റൊരു കാര്യമാണ്. ഇനിയും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പില് അൻവർ എന്തായാലും മാറുകയാണ്. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ലെന്ന് അദ്ദേഹം പറയുന്നത്. എനിക്ക് അത്രയും വലിയ പണം മുടക്കാനുള്ള ശേഷിയൊന്നുമില്ല. വലിയ രണ്ട് മുന്നണികൾ തമ്മിൽ മത്സരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറി മത്സരിച്ച് പണം മുടക്കാനുള്ള ശേഷിയൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം മാറുകയാണ്. അങ്ങനെ മാറി അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ, അവിടെ UDF സ്ഥാനാർത്ഥിക്ക് എന്തെങ്കിലും ക്ഷീണം ഉണ്ടായി കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥിക്ക് ഒരു വിജയമാണ് അവിടെ ഉണ്ടാകുന്നതെങ്കിൽ അതിന്റെ ഉത്തരവാദി VD സതീശനായിരിക്കും. അതാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. നോക്കുക, അദ്ദേഹം അങ്ങനെ മുറിവേറ്റൊക്കെ കിടക്കുകയാണെങ്കിൽ പോലും സംസാരത്തിന്റെ ഷാർപ്നെസ്സിനൊന്നും ഒരു കുറവ് വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ നീക്കങ്ങൾക്കൊന്നും ഒരു കുറവും വന്നിട്ടില്ല. അപ്പൊ സതീശന്റെ മുകളിൽ തന്നെ, പ്രതിപക്ഷ നേതാവിന്റെ തലയിൽ തന്നെ ആയിരിക്കും ഇതിന്റെ പാപഭാരവും എന്തെങ്കിലും സംഭവിച്ചാൽ വന്നു വീഴുക.
അതാണ് അൻവർ പറഞ്ഞു വെച്ചത്. പിന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്നെ UDF സംവിധാനത്തിനകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് പേര് ശ്രമിച്ചു. അവരുടെ പേരൊന്നും എടുത്തു പറഞ്ഞില്ലെങ്കിലും മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറഞ്ഞ അദ്ദേഹം എടുത്തു പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞു. അതിനകത്തും ഒരു രാഷ്ട്രീയമുണ്ട്. അതിനകത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, നിലമ്പൂരിൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായിരുന്നു ശ്രീ ഷൗക്കത്തിന്റെ അച്ഛൻ ആര്യാടൻ മുഹമ്മദ്. വളരെ കാലം, എത്രയോ വർഷങ്ങളായിട്ട് 85-87 തൊട്ടോ 87 മുതല് തുടർച്ചയായിട്ട് അവിടെ ആ മണ്ഡലത്തില് 5, 6, 7 തവണ അദ്ദേഹം അവിടെ ജയിച്ചു വന്ന ആളാണ്. MLA ആയി, 3, 4 തവണ മന്ത്രിയായി, 4 തവണയോ മറ്റോ അദ്ദേഹം മന്ത്രിയായിട്ടുണ്ട്. നിയമസഭയിലെ ഏറ്റവും ശക്തനായ, ഒന്നാന്തരമായി സംസാരിക്കുന്ന ആളാണ്. നമ്മുടെ SNC ലാവ്ലിൻ വിഷയം, അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരുന്നു. SNC ലാവ്ലിൻ വിഷയം, പിണറായി വിജയൻ കുടുങ്ങിക്കിടക്കുന്ന ഒരു കേസുണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ കോടതികളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ മാറ്റിവെക്കപ്പെട്ട കേസ്. ആ കേസിനകത്ത് അതിന്റെ തുടക്കം ഉണ്ടായത് അന്ന് UDF സംവിധാനത്തിന്റെ കാലത്തായിരുന്നു. അന്ന് G. കാർത്തികേയനൊക്കെ മന്ത്രിയായിരുന്ന കാലത്താണ് ഇതിന്റെ MOU ഒപ്പിടിയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ അതൊക്കെ വലിയ വിഷയമായി. ഒരിക്കൽ ലാവ്ലിൻ നിയമസഭ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ചർച്ചയുണ്ടായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ വാദിച്ച് ഏറ്റവും നന്നായി ശോഭിച്ച ആളാണ് ശ്രീ ആര്യാടൻ മുഹമ്മദ്. മിടുക്കനായിരുന്നു, വളരെ മിടുക്കനായ മന്ത്രിയായിരുന്നു. പക്ഷേ ആര്യാടന് നിലമ്പൂരിൽ വരുമ്പോൾ വേറൊരു മുഖമാണ്. അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായിട്ട് അവിടെ ജയിക്കുമെങ്കിലും അദ്ദേഹം DCCയുടെ വളരെ ചെറുപ്പകാലത്ത് തന്നെ DCC പ്രസിഡന്റ് ആവുകയും ചെയ്തു. ഇന്നും കോൺഗ്രസ് ആണ്. മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് വേണം മുന്നിൽ നിൽക്കാൻ, മുൻപന്തിയിൽ കോൺഗ്രസ് നിൽക്കണം എന്നൊരു വാശി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ രക്തത്തിൽ കലർന്ന കോൺഗ്രസ് സംസ്കാരമായിരിക്കും, നമുക്ക് അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മുന്നണി സംവിധാനത്തിനകത്ത് നിന്ന് മത്സരിക്കുമ്പോൾ പോലും ലീഗിന്റെ ഒരു അപ്രമാദിത്വം ഒരിക്കലും ആര്യാടൻ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് വേളയിലാണെങ്കിലും അല്ലാത്ത സന്ദർഭങ്ങളിലും ഒക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെതിരെ ശക്തമായ നിലപാടെടുത്ത ഒരു നേതാവായിരുന്നു ആര്യാടൻ. അപ്പോഴേ ആര്യാടന്റെ ആ നിലപാടുകളോട്, അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അങ്ങനെ അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആര്യാടന്റെ ആ നിലപാടുകളോട് ലീഗിന് വിരോധമുണ്ട്. അത് പഴയ ലീഗുകാർക്കെല്ലാം അറിയാം. അവരുടെ മനസ്സിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ളവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്, അല്ലെ KPA മജീദിനെ പോലുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഒരു പക്ഷെങ്കില് അത്തരം എന്തെങ്കിലും സന്ദർഭങ്ങൾ ഉണ്ടാകുമോ? ആര്യാടൻ മുഹമ്മദിനോടുള്ള വിരോധം ഒരു പക്ഷെങ്കില് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ മകനോട്, ഷൗക്കത്തിനോട് വല്ലതും ഒക്കെ സംഭവിക്കുമോ? നമുക്ക് പറയാനൊക്കത്തില്ല. രാഷ്ട്രീയമാണ് ഇതെല്ലാം രാഷ്ട്രീയമാണ്. ഒരിക്കൽ ആര്യാടൻ ഷൗക്കത്ത് അവിടെ തോക്കുകയും ചെയ്തതാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാനൊക്കത്തില്ല ഇതെന്റെ എന്താണ് ഇദ്ദേഹം ഉന്നിയെ കൊണ്ടുവരുന്നത്, അടുത്തൊരു കളം നിറച്ചുകൊണ്ട് വരുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇതിനൊക്കെ പശ്ചാത്തലങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ പശ്ചാത്തലങ്ങളെയൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ഒരു തീരുമാനമായിരുന്നു. സാധാരണഗതിയിൽ മലപ്പുറത്തുള്ള ആരെങ്കിലും ലോക്കൽ നേതാക്കന്മാർ അവരുടെ പ്രാദേശിക തലത്തിലോ ജില്ലാ തലത്തിലോ ഒക്കെ മത്സരിക്കുമെന്നാണ് കരുതിയത്. ഇതിപ്പോ അങ്ങനല്ല. സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കേരളത്തിലെ പരമോന്നത ബോഡിയായ CPM സെക്രട്ടേറിയറ്റിലെ ചെറുപ്പക്കാരനായ, സാധാരണ സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ ആകുന്ന സമയത്ത് ചില പ്രായവും വയസ്സും ഒക്കെ ആകുന്നതാണ്. ഇതേതാണ്ട് മിഡിൽ ഏജ് ആണ്. മിഡിൽ ഏജ് ഉള്ള M. സ്വരാജിനെയാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വരാജ് ദേശാഭിമാനിയുടെ പ്രസിഡന്റ് എഡിറ്ററും ഒക്കെയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒന്നാന്തരമായിട്ട് സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളാണ്. പോരാത്തിന് അത് നിലമ്പൂരുകാരനാണ്. അദ്ദേഹം ഇവിടെ നമ്മുടെ തെക്കൻ ജില്ലയിൽ നിന്ന് നിലമ്പൂരിലേക്ക് കുടിയേറിയ ഒരു കുടുംബത്തിലെ അംഗമാണ്. ഇവിടെയാണ് അദ്ദേഹം പഠിച്ചതും കോളേജ് വിദ്യാഭ്യാസം ചെയ്തതും ഒക്കെ. അപ്പൊ ആ ഒരു നാട്ടു പശ്ചാത്തലവുമുണ്ട്. അതിപ്പോ വലിയ കുഴപ്പമായി എന്നാണ് പറയുന്നത്. നാട്ടുകാരനായിട്ട് പോലും അവിടെ പ്രകൃതി ദുരന്തം ഉണ്ടായ സമയത്തൊന്നും അദ്ദേഹത്തെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിന്റെ ഇപ്പൊ തന്നെ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥി നല്ലതാണ്. പക്ഷേ പാർട്ടി അണികളിലും ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിടാൻ പോകുന്നതും ഈ പറയുന്നത് പോലെയാണ്, ഈ CPM സ്ഥാനാർത്ഥി തന്നെയായിരിക്കും. അദ്ദേഹത്തിന്റെ ചില പ്രത്യേകതകളാണ്. ചില അവസരങ്ങളിലും അനാവശ്യമായിട്ടൊക്കെ ചില പോസ്റ്റിംഗ് ഒക്കെ അദ്ദേഹം നടത്തിക്കളയും. അങ്ങനെയൊക്കെയുള്ള ചില കുഴപ്പങ്ങളുണ്ട്. അതിന്റെ സംസാരത്തിന്റെ ഭാഷയില് ഒരു വലിയ കനമായ രീതിയിലൊക്കെ അദ്ദേഹം സംസാരിക്കുന്നത്. എന്തിനാണെന്നറിഞ്ഞില്ല, മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ ശ്രീനിവാസൻ പറഞ്ഞ പോലെ നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് ലളിതമായിട്ടങ്ങ് പറയുന്നതിനല്ല ചെയ്യുന്നത്. അതിനകത്ത് വളച്ചു കെട്ടി ആവശ്യമില്ലാത്ത കുറെ വാക്കുകളൊക്കെ കുത്തിത്തിരിക, ഇങ്ങനെ ഒരു സ്വഭാവ ദൂഷ്യമുണ്ട് അദ്ദേഹത്തിന്റെ ചിലപ്പോൾ പറഞ്ഞ മെറിറ്റ് ആയിരിക്കാം അത്. എന്തായാലും സ്വരാജും പാർട്ടി അണികളോട് പലതും വിശദീകരിക്കേണ്ടി വരും.
പാർട്ടിയുടെ സർവാദരണീയനായ ഈ പറഞ്ഞതുപോലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റായ ഈ അദ്ദേഹത്തിന്റെ മുതുമുത്തച്ഛന്റെ പ്രായമുള്ള ശ്രീ സഹാവ് വി എസ് അച്യുതാനന്ദനെ, മുത്തച്ഛന്റെ പ്രായമുള്ള വി എസ് അച്യുതാനന്ദനെ പിതൃശൂന്യൻ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ച് അദ്ദേഹം വിശേഷിപ്പിച്ചതായിട്ടാണ് വലിയ ആരോപണം ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ പേരിൽ ഇന്നും ഒരു ബ്ലാക്ക് മാർക്കായിട്ട് നിൽക്കുകയാണ്. അതുപോലെ ശബരിമല സമയത്ത് അദ്ദേഹം ഹിന്ദു വിരുദ്ധമായ ചില നിലപാടുകൾ എടുത്തുവെന്നും ഉള്ള ആക്ഷേപം നിലനിൽക്കുന്നു. ഈ അടുത്ത സമയത്ത് യുദ്ധം, ഇന്ത്യ പാക് യുദ്ധത്തിന് എല്ലാ ആളുകളും ഒരേപോലെ നിൽക്കുന്ന അവസരത്തിലാണ്, ഒരേപോലെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന അവസരത്തിലാണ് യുദ്ധം അനാവശ്യമായ ഒരു കാര്യമാണ്, ഇത് വെടിക്കോപ്പുകൾ വിൽക്കുന്നവരുടെ ഒരു തന്ത്രമാണ്, ആ തന്ത്രത്തിൽ നമ്മളും പെട്ടുപോയി എന്നുള്ള ഒരു മട്ടില് ഇങ്ങനെയൊക്കെയുള്ള ചില പ്രസ്താവനകൾ നടത്തുന്ന ആളാണ് അദ്ദേഹവും. ഈ പറഞ്ഞതുപോലെയാണ്, ആദ്യം ഇപ്പൊ രാവിലെ നിലമ്പൂരിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്, ട്രെയിനിലൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്, വലിയ ആവേശകരമായ സ്വീകരണമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രചരണം അങ്ങോട്ട് വരുമ്പോൾ, പ്രചരണം അത് കൊഴുത്തു വരുമ്പോൾ അദ്ദേഹവും ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ രണ്ട് മുന്നണികളെ മത്സരിക്കുന്നുള്ളൂ, രണ്ടുപേര് മത്സരിക്കും, ആരെങ്കിലും ഒരാൾ ജയിക്കേണ്ടി വരും, അതാണ് സാഹചര്യം. പക്ഷെ ആ സാഹചര്യത്തിനിടയിലേക്കാണ് അൻവർ ഉയർത്തിവിട്ടിരിക്കുന്ന വിഷയം. അപ്പോഴതാണ് അൻവർ എപ്പോഴും തീരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് കഴിഞ്ഞ് 5 മണിക്കോ 6 മണിക്കോ പെട്ടി എണ്ണി കെട്ടിപ്പോകുന്നത് വരെ അൻവറിന്റെ ആരോപണം അപ്പോഴും നിലനിൽക്കും. നിങ്ങൾ നോക്കിക്കോളുക, ഓരോ ദിവസവും അൻവറിന്റെ വാക്കുകൾക്ക് അവിടെ പ്രസക്തി വരും. കാരണം അൻവർ നിസ്സാര കാര്യങ്ങളല്ല പറയുന്നത്, അദ്ദേഹം കൃത്യമായ കാര്യങ്ങളാണ് പറയുന്നത്. അവിടുത്തെ കാട്ടുമൃഗശല്യം, അവിടുത്തെ വലിയ ടോറസ് മുതലാളിമാർ ആളുകളെ ദ്രോഹിക്കുന്നത്, അവിടെ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് അൻവർ ഉന്നയിക്കുന്നത്. ഒരു നാടിന് വേണ്ട കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസവും ഞങ്ങളുടെ സുൽത്താനാണ് എന്നൊക്കെ പറഞ്ഞ് അൻവറിനെ അവിടുത്തെ നാട്ടുകാരെ പുകഴ്ത്തുന്നത്. അദ്ദേഹം കളത്തിലില്ലെങ്കിലും അത് ഉയർത്തി വിട്ടിരിക്കുന്ന വിവാദങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ അത് ഉയർത്തുന്ന ചോദ്യങ്ങൾ, പിണറായി സത്തിനെതിരെ നിങ്ങൾക്കൊന്നും വേണ്ടേ എന്നുള്ള ആ ചോദ്യങ്ങൾക്കൊക്കെ കളം നിറഞ്ഞ് ഉത്തരം പറയേണ്ടി വരും. ഓരോരോ നേതാക്കന്മാർക്കും ഉത്തരം പറഞ്ഞ് കൊടുക്കേണ്ടി വരും. അതായത് തെരഞ്ഞെടുപ്പ് തീരുന്നത് വരെ സ്വരാജും ആര്യാടൻ ഷൗക്കത്തുമല്ല, അൻവർ തന്നെയായിരിക്കും, അൻവറുടെ ചോദ്യങ്ങൾക്കായിരിക്കും മുൻതൂക്കമെന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് ആളുകൾ പറയത്തില്ലേ, അണലി കടിച്ച അനുഭവമായിരിക്കും രണ്ട് മുന്നണികൾക്കും സംഭവിക്കാൻ പോകുന്നത്. അണലി കടിച്ചാലൊട്ട് മരിക്കത്തുമില്ല, കാലരെല്ലാം നീര് വന്ന് പൊട്ടിയളിഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഏതാണ്ട് പ്രത്യേകിച്ച് UDF സംവിധാനം പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്, ഈ ഒരു അൻവറിന്റെ ഇന്നത്തെ നിലപാട് കണ്ടിട്ട്. യെസ്, അതാണ്. എന്തായാലും VD സതീശനെതിരെ ഒരു തുറന്ന യുദ്ധം എന്ന രീതിയിലാണ് അൻവറിന്റെ രാവിലത്തെ ആ ഒരു വാർത്താ സമ്മേളനം നടന്നത്. അത് മാത്രമല്ല, അൻവർ പറഞ്ഞത് സ്വരാജിനെയാണ്, അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് CPM നിലമ്പൂരിൽ മത്സരിപ്പിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു തവണ പരാജയം സംഭവിച്ച ആര്യാടൻ ഷൗക്കത്ത് വീണ്ടും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കൂടി പരാജിതനാവുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം VD സതീശന് മാത്രമായിരിക്കും എന്നുള്ള ഒരു പ്രസ്താവനയിലേക്കും PV അൻവർ എത്തുകയുണ്ടായി. എന്തായാലും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം PV അൻവറിന്റെ ചില തീരുമാനങ്ങൾ നിർണായകമായേക്കും എന്ന കാര്യവും വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.